പിന്നെ കോട്ടയ്ക്ക് സീനത്ത് ടെക്സ്റ്റൈൽസിലാണ്. ഈ നിമിഷം ഏറ്റവും നല്ല സന്തോഷമുള്ള മുഹൂർത്തമാണ്. കാരണം ഇവിടെ ഒരുപാട് ആളുകൾ കണ്ടല്ലോ നിങ്ങൾ, ഒരുപാട് ആളുകൾ അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ അത് ആരായിക്കോട്ടെ വന്ന് സെലക്ട് ചെയ്ത് പോകുന്നു, തികച്ചും സൗജന്യമായിട്ട് കൊടുക്കുന്നു. ഞാൻ അത്ഭുതപ്പെടുന്നത് പിന്നെ ചില സാരികൾക്കൊക്കെ 5000 മുതൽ 10000 രൂപ വിലയുള്ള സാരികളൊക്കെയാണ് സൗജന്യമായിട്ട് കൊടുക്കുന്നത്. എന്താ വിഷയം എന്നുള്ളപ്പോൾ പ്രേക്ഷകർ കൺഫ്യൂഷൻ ഉണ്ടാവും. അതിന് മുന്നേ കുറച്ച് ആൾക്കാരെ നിർബന്ധമായിട്ട് പരിചയപ്പെടുത്തണം. ഇത് സീനത്തിൻ്റെ ഒരു ഓണറാണ് നമ്മുടെ ഇബ്രാഹിം ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ അസറുണ്ട്, അസറുവിൻ്റെ അനിയനോടെ ഇല്യാസ് ഉണ്ട്. അപ്പോൾ ഇവരെന്നെ വിളിക്കുകയാണ്. കാരണം വലിയ സന്തോഷം ഉണ്ടാവും വിളി. കാരണം ഈ സീനത്ത് ടെക്സ്റ്റൈൽസ് നമുക്കറിയാം കോട്ടക്കൽ എന്നല്ല മലബാറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ടെക്സ്റ്റൈൽസിൽ ഒന്നാണ്. കാരണം വില കുറവ് കൊണ്ടും സെലക്ഷൻ കൊണ്ടും. ഇപ്പോൾ ഈ സീനത്ത് ടെക്സ്റ്റൈൽസ് ഇവർ റിനോവേറ്റ് ചെയ്യാൻ പോകണം, കംപ്ലീറ്റ്ലി മാറ്റുകയാണ്, ആകെ മൊത്തം മാറ്റി മറിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സാധാരണ ഷോപ്പ് വിപുലീകരിക്കുമ്പോൾ പകുതി വിലക്കാണ് സാധനം വിൽക്കാറുള്ളത്. പക്ഷേ ഈ ഇവരെന്ത് ചെയ്തു, ആ ഓപ്ഷൻ മാറ്റിയിട്ട് നമ്മൾ പറയുന്ന ആളുകൾക്ക് തികച്ചും സൗജന്യമായിട്ട് ഒരാൾക്ക് 5 കൂട്ട് ഡ്രസ്സ് സൗജന്യമായിട്ട് എടുക്കാം. വില ഒന്നും പെടുത്ത പ്രശ്നം ഏത് എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സന്തോഷ നിമിഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തികച്ചും ഈ റംസാൻ മാസത്തിലെ ഏറ്റവും വലിയ പുണ്യപ്രവർത്തനമാണ് സീനത്ത് ടെക്സ്റ്റൈൽസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള നന്ദി ഇവർക്ക്, ഈ കമ്മിറ്റി ഭാരവാഹികൾക്ക്, ഇതിൻ്റെ മുതലാളിമാർക്ക് രേഖപ്പെടുത്തുന്നു. ഏതായാലും സന്തോഷം കേട്ടാ. പറഞ്ഞാൽ ഞങ്ങൾ അവിടെ മുഖമൊന്നും കാണിക്കുന്നില്ല, എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. എന്ത് തോന്നുന്നു ഇബ്രാഹിംക? തീർച്ചയായും വളരെ സന്തോഷമുണ്ട്. ഫൈസൽ സാഹിബിനെ തന്നെ ഞങ്ങളിതിന് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ആത്മാർത്ഥമായ പിന്തുണയും അതിനുവേണ്ടി ആത്മാർത്ഥമായ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി എന്നുള്ളത് കൊണ്ടാണ് ഫൈസൽ സാഹിബിനെ തന്നെ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. കോട്ടക്കൽ ഞങ്ങളുടെ സ്ഥാപനം കഴിഞ്ഞ 3 പതിറ്റാണ്ടായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. എല്ലാ മനുഷ്യരും വളരെ സന്തോഷത്തോടു കൂടി, സ്നേഹത്തോട്, സൗഹാർദ്ദത്തോട്, സഹകരണത്തോടു കൂടി കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ഞങ്ങളുമായി സഹകരിക്കുന്നു. അവർക്ക് ഞങ്ങൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ സ്ഥാപനം വിപുലീകരിക്കുന്ന ഭാഗമാണ് ഈ റംസാൻ മാസത്തിലെ ആദ്യ ദിവസത്തിൽ തന്നെ ഇങ്ങനെ ഒരു പ്രവർത്തനത്തിന് ഞങ്ങൾ നേതൃത്വം, ഇങ്ങനെ ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത്. വിപുലീകരിച്ച ഷോറൂം ഏറ്റവും ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളിലേക്ക് ഞങ്ങൾ തുറന്നു വെക്കും. ഏറ്റവും വിപുലീകരിച്ച രീതിയിലാണ് 8-ാം തീയതി രാവിലെ 10 മണിക്ക്, ഈ മാസം അടുത്ത ശനിയാഴ്ച രാവിലെ 10:30 മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് റഷീദ് അലി തങ്ങൾ ഈ വിപുലീകരിച്ച ഷോറൂം ഉദ്ഘാടനം ചെയ്യും. നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ആ ഉദ്ഘാടന വേളയിലേക്ക് ആത്മാർത്ഥമായി ക്ഷണിക്കുന്നു. ഇത് അസറോ, ഇത് ജ്യേഷ്ഠന്റെ മോനല്ലേ? നിങ്ങളെ പാർട്ണർമാരാണ്. ഈ സ്ഥാപനത്തിന്റെ തുടക്കക്കാരനായ ഞങ്ങളെ പ്രിയ സഹോദരൻ അബ്ദുറഹിമാൻ ഹാജിയുടെ മൂത്ത മകനാണ് മുഹമ്മദ് അസറോ, രണ്ടാമത്തെ മകനാണ് മുഹമ്മദ് ഇലിയാസ്. ഓക്കെ, എന്താ അസറോ? പിന്നെ സന്തോഷമായിട്ട് വളരെ വളരെ സന്തോഷമാണ്. ഇത് ഫൈസൽ ഭായിന്റെ നേതൃത്വത്തിൽ ഏറ്റവും അർഹതപ്പെട്ട ആളുകൾക്കാണ് ഇത് ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് അറിയേണ്ടതിലാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം. ഏറ്റവും ഞങ്ങളെ ഇത്രയും 3 പതിറ്റാണ്ടായി ഞങ്ങളെ സ്വീകരിച്ച കോട്ടക്കലുകളിലുള്ള പാവപ്പെട്ട ഏറ്റവും അർഹതപ്പെട്ട ആളുകൾക്ക് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അത് വളരെ ഹാപ്പിയാണ് ഞങ്ങള്. നമ്മൾ ഈ ചർച്ച നടന്നപ്പോഴേ ഇങ്ങനെ കൊടുക്കണം, നമ്മളെങ്ങനെ ഒഴിവാക്കാൻ, ഡിസ്കൗണ്ട് വേണ്ടാന്നൊരു ചർച്ച നടന്നപ്പോഴേ നമ്മളെ മനസ്സിൽ ഒറ്റ ആളെ പേരെ വന്നുള്ളൂ, ഫൈസൽ ഖാന്റെ മാത്രം. കാരണം അത്ര അർഹതപ്പെട്ടവർക്ക് മാത്രമാണ് ഫൈസൽ ഖാന്റെ ചാരിറ്റി ഇവിടുത്തെ മുതലാളിമാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നമ്മൾ കണ്ടില്ലേ. അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടായില്ല. അപ്പോൾ ഫൈസൽ ഖാന്റെ ആൾക്കാരാണ് ഈ വന്നവരും മുഴുവനും ഇവിടെ നടക്കുന്നത്. ആളുകളെ നമ്മളെ ചാനലിന്റെ ടീമാണ് ഇവര്, ഒപ്പമുള്ളവരുണ്ട്. അപ്പൊ എന്റെ ചാനൽ ഉപയോഗിച്ച് നിർമ്മിച്ച വീടുകൾ കുറെ ഉണ്ട്. ആ വീട്ടിലെ അംഗങ്ങൾ നമ്മളെ മന്ത്രി സഹായിക്കുന്ന ആളുകളുണ്ട്. പിന്നെ നമ്മളെ സ്ഥിരം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. മീൻസ് ഈ സറൗണ്ടിങ്സിൽ അറിയിച്ചിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയല്ലേ പറ്റുള്ളൂ. കേരളത്തിൽ മൊത്തം നൽകാൻ പറ്റില്ല. എന്നാലും ചെറിയ സംഭവം അല്ല സീനത്ത് ചെയ്തിട്ടുള്ളത്. പഴയ സീനത്തിട്ട ഞങ്ങളൊക്കെ അങ്ങനെ പറയാറുള്ളത്. ഞങ്ങൾ പുറത്തുള്ള ആൾക്കാര് ഒന്ന് പഴയ സീനത്ത് കോട്ടയം ബസ് സ്റ്റാൻഡ് അങ്ങനെ മീൻസ് അതല്ല, ഒന്ന് അപ്പുറത്തും ഉണ്ട്. അപ്പൊ കോട്ടയം ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ ഉടനെ വരുന്നത് ഞങ്ങൾ പഴയ സീനത്തും ഇത് കാരണം ആദ്യം വന്ന സീനത്തുമാണ്. അതുകൊണ്ട് ഞങ്ങള് പുറത്തുള്ള ആളുകൾ അങ്ങനെ പറഞ്ഞത്. അപ്പൊ അവരാണ് പുതിയ മുഖത്തില് വരുന്നത്. ഓക്കെ, ഏതായാലും വളരെ നന്ദിയുണ്ട് കേട്ടോ. ഓക്കെ, ഏതായാലും ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ സൗജന്യമായിട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ മുൻഗാമികളായ ആളുകൾ ഒരു മാർഗരേഖയാണ് ഇത്. നമ്മൾ മുൻഗാമികളായ ആളുകളെ അവരാണ് നമ്മൾക്ക് ഈ ഇതിലേക്കുള്ള ഒരു പ്രചോദനം കൂടി. നമ്മൾ അവരെ ഒരു വഴിയിൽ തന്നെ എങ്ങനെ പോവാ, ചാരിറ്റിയിൽ ചെയ്യാന്നുള്ളത് വലിയ ചാരിറ്റിയാണ്, ചെറിയ ചാരിറ്റി അല്ല. സ്റ്റാഫൊക്കെ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സീനത്ത് ടെക്സ്റ്റൈൽസ് എന്നല്ല ടെക്സ്റ്റൈൽ ചരിത്രത്തിൽ തന്നെ ഇതുവരേക്കും ഞാൻ 23 വർഷമായി സ്റ്റാഫായിട്ട് ഇവിടെ ഉണ്ട്.
ഇതുവരേക്കും ഇത്രയും സംഭവമായിട്ട് ഒരു ടെക്സ്റ്റൈൽസും ഇങ്ങനെ കൊടുക്കേണ്ടി ഞാൻ ജീവ ചരിത്രത്തിൽ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. സാധാരണ ടെക്സ്റ്റൈൽസ് പോകുന്നു, ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുന്നു, സമയമാണെന്നുള്ളൂ. അസീനെടുത്തില്ലേ? ഹാപ്പി അല്ലേ? ഓക്കെ ഓക്കെ, ശരി ശരി ശരി. എന്താ മച്ചോ? പരിശുദ്ധ റമദാനിലെ ഒന്നാമത്തെ ദിവസം തന്നെ ഒരു വലിയൊരു സദ്യുദ്യമത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷം. നമ്മൾ ഫൈസൽ ഇത് പറഞ്ഞപ്പോൾ തന്നെ അർഹരായ ആളുകളെ മാത്രം തെരഞ്ഞുപിടിച്ച് അവരെ ആളുകളുടെ ഇടയിൽ ഇത് ആക്കാതെ അവരോട് വളരെ ലളിതമായ രീതിയിൽ വളരെ രഹസ്യമായിട്ട് ഇവിടെ വന്ന് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഫൈസൽ ഞങ്ങളോടൊക്കെ പറഞ്ഞത്. അങ്ങനെ നമ്മൾ അത്രയും അർഹരായ എല്ലാ വിഭാഗം ആളുകളെയും ഇങ്ങോട്ട് വിളിച്ചു വരുത്തി വളരെ നല്ല രീതിയിൽ ഒരു സദ്യുദ്യമത്തിന് പരിശുദ്ധ റമദാന്റെ ആദ്യത്തെ ദിവസം തന്നെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യമാണ്. എല്ലാവരുടെയും നിറഞ്ഞ പ്രാർത്ഥന ഈ പ്രവർത്തിക്ക് ഉണ്ടാവണം, അത്രമാത്രം പറയണം. ഒന്നും പറയാനില്ല, കാരണം ഇന്നലെ ഫുൾ ടൈം ഇതിന്റെ പിന്നാലെ തന്നെ രാത്രിയും ഒക്കെ ഇരുന്ന് പ്ലാൻ ചെയ്യായിരുന്നു. ഇന്ന് രാവിലെ മുതൽ വിളിച്ച് എല്ലാവരും ഇവിടെ എത്തി, സെറ്റായി. നല്ല പ്രോഗ്രാം, സൂപ്പർ സൂപ്പർ നല്ല പ്രോഗ്രാം. അതായത് ഈ നല്ല സീനത്തിന്റെ ഈ നല്ല പ്രവൃത്തി, അതായത് ഈ റമദാൻ മാസം 1-ന് ഇന്നലെ നല്ലൊരു പരിപാടി വരുന്ന പെരുന്നാൾ അടിച്ചു പൊളിക്കാൻ വേണ്ടി ഏറ്റവും അർഹതപ്പെട്ട കുടുംബത്തെയാണ് നമ്മൾ എല്ലാവരും ക്ഷണിച്ചിട്ടുള്ളത്. അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. വളരെ സന്തോഷം. ഈ പുണ്യ മാസത്തിലെ ഒരു പുണ്യകർമ്മം സന്തോഷമായില്ലേ? ഓക്കെ, ഹാപ്പി.